തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കഴിഞ്ഞ ദിവസം പാട്ടിന്റെ കൂട്ടുകാർ എന്ന ഒരു മ്യൂസിക് അക്കാദമിയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. രുചിയുടെ പുതിയ ലോകം തുറക്കുന്നു. ഇൻഡസ് ലാൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗ്രാമീസ് മിക്സ് നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുന്നു. ഗ്രാമീസിന് മാത്രം സ്വന്തം ഈ രുചിക്കൂട്ടുകൾ നിങ്ങൾക്കായി ഉടൻ വിപണിയിൽ. ബീഫ് പൊട്ടാറ്റോ കറി മസാല, റാബിറ്റ് റോസ്റ്റ് മസാല, ഡക്ക് റോസ്റ്റ് മസാല, പോർക്ക് ഫ്രൈ മസാല, സോൾട്ട് ആൻഡ് പെപ്പർ ലോബ്സ്റ്റർ മസാല, പ്രോൺസ് മസാല. ഇവ കൂടാതെ ഉയർന്ന ഗുണനിലവാരത്തോടെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഫിഷ് മസാല തുടങ്ങി 20-ൽ പരം മസാല പൗഡറുകളും ഗ്രാമീസ് നിങ്ങൾക്ക് നൽകുന്നു. എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം മാരിത്താഴത്ത് 4000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക ഫാക്ടറിയിൽ നിന്ന് ശുദ്ധവും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക്. രുചിയുടെ പര്യായം ഗ്രാമീസ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ grammismix.com. അതാണ് സ്റ്റുഡിയോ. ബാക്കിയുള്ളതൊക്കെ വളരെ സെറ്റ് ഈ മ്യൂസിക്കെല്ലാം വേറെയും റെക്കോർഡിംഗ് ഉണ്ട്. അനൗൺസ്മെന്റ് ബാക്കിയുള്ളത് യൂട്യൂബിന് വേണ്ടിയുള്ളത്, അത്യാവശ്യം സംസാരങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം അവിടെ നിന്ന് എഡിറ്റിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. അതിന്റെ സിസ്റ്റം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വയ്ക്കാന്ന് വിചാരിച്ചു. അത് കൊള്ളാം. ഇൻഷുറൻസിലെല്ലാം ഉണ്ട് പഠിപ്പിക്കുന്നത്. മുറിയുണ്ട് പഠിപ്പിക്കുന്നൊക്കെ അവിടെയാണ്. രാജസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട്.
എല്ലാരും താഴോട്ട് പോണേ. സ്വാമി ഇന്ന് കാണാല്ലേ എല്ലാവർക്കും വലിയ സ്ക്രീനിൽ കാണാം. ഈ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ, നമുക്കൊക്കെ പ്രിയങ്കരനായ മുൻകാലങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയുന്ന ആളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മേയർ ശ്രീ വി രാജേഷ് അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം പാട്ടിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ഇവിടെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ആശംസാ പ്രസംഗം നടത്തുവാൻ ഡോക്ടർ വേണുഗോപാലൻ നായർ, നമ്മുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹം ഞങ്ങളുടെ 1200-ലേറെ വരുന്ന അംഗങ്ങളെ ഒന്നിച്ച് കോർത്തിണക്കി ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പരിശീലനം നടത്തി തരുന്ന ബഹുമാന്യനായ വേണുഗോപാലൻ നായർ അവരുടെ ആദരവോടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ റാണി മോഹൻദാസ് മേഡം, നമ്മുടെ ഈ പ്രസ്ഥാനവുമായി വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന മേഡത്തിന് വളരെ ആദരവോടെ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഗായകൻ പന്തളം ബാലൻ സാർ, ഞങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷയാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന ബഹുമാന്യനായ പന്തളം ബാലൻ സാർ അവരുകളെ വളരെ ആദരവോടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കായംകുളം യൂനുസ് സാറ്, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ സാഹിത്യ കലാവേദികളിലൊക്കെ വളരെ സാന്നിധ്യമായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെടുക്കുന്ന അദ്ദേഹത്തെ ഹാർദവമായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹരികുമാറേട്ടൻ നമ്മുടെ തമ്പാനൂർ വാർഡിൻ്റെ കൗൺസിലറാണ്. അദ്ദേഹത്തെ ഞാൻ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വനിതകളുടെ കൂട്ടായ്മയ വാനമ്പാടികളുടെ പ്രസിഡന്റ് അനിതാമ്മ മേഡത്തെ വളരെ ആദരവോടെ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ വളരെ പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ധാരാളം ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും, പാട്ടിൻ്റെ കൂട്ടുകാർ, വാനമ്പാടികൾ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഓരോ സഹോദരി സഹോദരന്മാരെയും ഹാർദം ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് കർത്തവ്യം വിരമിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന്യനായ മുഖ്യമന്ത്രി രാധാകൃഷ്ണൻ അപേക്ഷ. രാജേഷേട്ടന് പോകണമെന്നുള്ളതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമൊന്നുമില്ല, ചുരുക്കുന്നു. അവസാനം പറയാം. അദ്ദേഹത്തെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് പന്തളം ബാലേട്ടൻ ഉൾപ്പെടെ വേദിയിലും ഈ സദസ്സിലുമുള്ള ആരാധനായ ഗുരുജനങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് പാട്ടിൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ച കനകക്കുന്നിലെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത്. സത്യത്തിൽ ഇത്രത്തോളം പാട്ടിനെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ഞാനന്ന് പങ്കെടുത്തത്. ഇവിടെ വന്നപ്പോഴേക്കും അതിനേക്കാൾ അത്ഭുതം തോന്നുകയാണ്. കാരണം വളരെ നന്നായിട്ട് അടുത്ത് സഹകരിക്കുന്ന പലരും തന്നെ ഇത്രയും പേർ പാട്ടിനെ സ്നേഹിക്കുന്നവർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സംഖ്യയാണ്. ഇതിനേക്കാൾ ഇപ്പം മൈക്ക് കൊടുത്ത് തന്നെ ഇരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും പാടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ മറ്റ് കാര്യങ്ങൾ എൻഗേജ് ആയതുകൊണ്ട് പന്തളം ബാലന്മാർ ആകാൻ പറ്റാതെ പോയവരാണ് ഈ ഇരിക്കുന്നവർ. വലിയൊരു ബാലേട്ടൻ ആ ഭാഗ്യം കിട്ടിയതുകൊണ്ട് ബാലേട്ടൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഉള്ള പാട്ടുകാരിൽ ഒരാളായി മാറി. ഒരു പന്തളം ബാലനോ യേശുദാസോ KS ചിത്രയൊക്കെ ആകാമായിരുന്നവരൊക്കെയാണ്. മറ്റു തിരക്കുകൾക്കിടയിലും ഇങ്ങനെ വീട് കിട്ടുന്ന മുഹൂർത്തത്തിൽ മാത്രമല്ല എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, ഓരോരുത്തരുടെയും ഓരോ സദസ്സും കാണുമ്പോൾ അറിയാം അവിടുത്തെ വികാരം. ഇത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഒരു 10-25 ദിവസം മാത്രം പ്രായമായ, വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകി വന്ന, വളരെ വലിയ പ്രതീക്ഷകൾ ഉള്ള ഒരു ഭരണസമിതിയുടെ അംഗങ്ങളാണ് ഞാനും ഹരിച്ചേട്ടനും നമ്മുടെ ഹരിയുമൊക്കെ. അതുകൊണ്ട് തന്നെ പരമാവധി സമയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളോട് ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പിന്നീടാവാം. ഒരു കാര്യം ഞാൻ മാത്രം ഞങ്ങൾക്ക് ഉറപ്പ് തരാം. കേവലം 5 വർഷം ദൈനംദിന കാര്യങ്ങൾ നടത്തി ഭരണം നടത്തുക എന്നുള്ളതല്ല ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. മറിച്ച് കലാ, സാംസ്കാരിക, സാഹിത്യ, സിനിമ മേഖലയിലൊക്കെ തന്നെ, കായിക മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളവർക്ക് അവരവരുടെ കഴിവുകൾ മാറ്റിവെക്കുവാനും പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കൂടിയാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നാണെന്ന് ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളുടെ മുന്നിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള പ്ലാനുണ്ട്.
ഒരു വർഷത്തിൽ മിനിമം ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന കായികമേളകൾ സംഘടിപ്പിക്കാനുള്ള പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ, ഫാഷൻ ഷോ, ഇങ്ങനെയുള്ള വിവിധമായ പരിപാടികൾ കൊണ്ട് വരാൻ പോകുന്ന 5 വർഷം തിരുവനന്തപുരം നഗരം ഒരു ഉത്സവ നഗരമാക്കി മാറ്റണം എന്നുള്ളൊരു പ്ലാൻ കൂടി ഈ ഭരണസമിതിയുടെ മുൻപാകെ ഉണ്ട്. ഞങ്ങൾ പുതിയ ആൾക്കാരാണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഉടൻ തന്നെ അവതരിപ്പിക്കണം. അതോടൊപ്പം തന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റ്, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഇപ്പോൾ ഇലക്ഷൻ ഫെബ്രുവരി 20 വരും. പിന്നെ 3 മാസം പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതിലോട്ടൊന്നും കടക്കാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലുണ്ട്. ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട്, അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടിവെള്ളക്ഷാമം പലയിടത്തും വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മഴ വന്നു കഴിഞ്ഞാൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ ചിലപ്പോൾ നടത്താൻ ഞങ്ങൾ ഈ വർഷം സാധിച്ചെന്ന് വരില്ല. എന്തായാലും ഈ വർഷത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തും. വരാൻ പോകുന്ന 5 വർഷം ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും പരമാവധി പാടുവാനുള്ള അവസരം കോർപ്പറേഷൻ്റെ ചെലവിൽ തന്നെ, പരമാവധി എല്ലാവർക്കും അതിലെ മുൻനിർത്തം നയിക്കുവാൻ വേണ്ടി ഞാനിപ്പോൾ തന്നെ ബാലേട്ടൻ ഉൾപ്പെടെയുള്ളവരെ, കാര്യം ഞങ്ങൾക്കൊക്കെ സംഘടിപ്പിക്കാനേ പറയാവുള്ളൂ, ഇതിൽ എക്സ്പെർട്ടല്ല ഏത് രീതിയിലാണ് സംഘടിപ്പിക്കാൻ വിജയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ റാണി ചേച്ചിക്കും പാടുന്ന ഇത് ഞാനിപ്പോഴാണ് റാണി ചേച്ചി പാടില്ല ചേച്ചി പാടുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അവസരം ചേച്ചിക്ക് തന്നെ. കാരണം ഞങ്ങളെയൊക്കെ തന്നെ ഒരുപാട് പൊതുപ്രവർത്തനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ജയശ്രീ ചേച്ചി, റാണി ചേച്ചിയൊക്കെ തന്നെ. എന്തായാലും പന്തളം ബാലേട്ടൻ്റെ സഹായം ഇത് കോർപ്പറേഷൻ സംഘടിപ്പിക്കുമ്പോൾ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ വിനയപുരസ്സരം ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.